ദേ നോക്കി അമ്മാവൻ നിക്കണു. മാടനാശാന്റെയും വൈദ്യരുടെയും മുഖച്ചായ കുട്ടിയമ്മയുടെ നെറ്റിത്തടം ഇല്ലേ? എനിക്ക് പക്ഷെ അമ്മാവൻ കൊച്ചനാശാന്റെ ചായ തോന്നണത്. ഇവിടെ മറ്റു ചിലരും അക്കാര്യം പറഞ്ഞു. ആണ്, നിങ്ങൾ എല്ലാരും പറഞ്ഞു കേട്ടപ്പോഴേ എനിക്ക് അങ്ങനെ തന്നെ തോന്നണത്. കുട്ടി ഗർഭിണിയായത് മുതൽ ഞാൻ അമ്മാവന്റെ കാര്യം ഓർക്കുമായിരുന്നു. ഒരാൺകുഞ്ഞ് പറന്നു കാണാൻ അമ്മാവൻ എത്ര കൊതിച്ചിരുന്നു. കുട്ടിയും ഇടയ്ക്കിടയ്ക്ക് അക്കാര്യം ഓർപ്പിക്കുമായിരുന്നു. ഈ സന്തോഷം കാണാൻ അമ്മാവനില്ലാതെ പോയല്ലോ. അതെ, കൊച്ചനാശ സ്വർഗത്തിരുന്ന് ഇപ്പൊ സന്തോഷിക്കുന്നുണ്ടാവും. എല്ലാം ഈശ്വര നിശ്ചയം. എന്തായാലും സമയനിമിത്തം കൊണ്ട് കാണുന്നത് കുട്ടി അമ്മാവനെ പോലെ വലിയ ആളാകുമെന്നാണ്. നിത്യബ്രഹ്മചാരിയും പരമസാത്വികനുമായ അദ്ദേഹമാണല്ലോ മണക്കൽ ദേവിയെ നമുക്ക് വേണ്ടി പ്രതിഷ്ഠിച്ചത്. അതൊരു ചരിത്ര മുഹൂർത്തമായിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മാവ് പുതിയ ഉടൽ രൂപം സ്വീകരിച്ചതാകാം. നീനും നോക്കി വരുന്ന വഴിക്കെല്ലാം വൈദ്യരധികം പറഞ്ഞതും കൊച്ചനാശാനെ പറ്റിയായിരുന്നു. കൊച്ചുകേള് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ എല്ലാം ശാന്തമായിരുന്നു. പ്രസവം ഉടൻ ഉണ്ടാവുമെന്ന് നിരീക്ഷിച്ചതേയില്ല. എല്ലാം ശാന്തമായിരുന്നു. മണക്കൽ ദേവിയെ ധ്യാനിച്ചു. വയറ്റാട്ടികളും ഉണ്ടായിരുന്നു. ചതയം തുടങ്ങിയപ്പോഴാ അമ്മയുടെ മുഖലക്ഷണം ശ്രദ്ധിച്ചപ്പോഴേ ഉള്ളിൽ കരുതി ആൺകുഞ്ഞായിരിക്കുമെന്ന്. പിന്നെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. 3 പെൺകുഞ്ഞുങ്ങളെ നൽകിയതിനാൽ ഇത്തവണ ആൺകുഞ്ഞായിരിക്കുമെന്ന് എനിക്കും തോന്നിയിരുന്നു. എന്തായാലും കുഞ്ഞിന്റെ ഭാവലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ അമ്മാവൻ കൊച്ചനാശാൻ തന്നെ, സംശയമില്ല. അതെ, പ്രസവ സമയത്ത് എന്തെങ്കിലും സവിശേഷത തോന്നിയിരുന്നോ? എല്ലാവരും ശ്രദ്ധിച്ച ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കൃഷ്ണ. എന്താണിത്? പ്രസവം കഴിഞ്ഞിട്ടും കുട്ടിയുടെ കരച്ചിൽ പുറത്ത് കേട്ടില്ല. അത് ആശ്ചര്യം തന്നെ. എന്റെ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ആണ്ടാൾ വയറ്റാട്ടി പറയണത് എനിക്ക് വിശ്വസിക്കാനേ പറ്റണില്ല. എനിക്കും വിശ്വസിക്കാനായില്ല. ഇതിനു മുമ്പ് 3 തവണയും കുട്ടികൾ നന്നായി കരയുമായിരുന്നു. വയൽവാരെ തന്നെ 4ാമത്തെ പേരെടുപ്പാ. പക്ഷെ ഇത്തവണ ഞാൻ തന്നെ അങ്ങ് ഞെട്ടിപ്പോയി. ഞാനും ശരിക്കും ഭയന്നുപോയി. വൈദ്യരും അച്ചമ്മി വന്നെങ്കിലെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അതെന്തിനാ? കുഞ്ഞ് നിശ്ചലനായി കിടക്കുന്നു. എങ്ങനെ ഭയക്കാതിരിക്കും? കരഞ്ഞുകൊണ്ടല്ലേ കുട്ടികൾ സാധാരണ അവയവങ്ങൾ ചലിപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ അതുണ്ടായില്ല. ചലിക്കാതെ കിടക്കുന്ന കുഞ്ഞിനെ കണ്ട് പലരും വിഷമിച്ചു. തൊണ്ടയിൽ വല്ല ദീനമാണോ എന്ന് ഞാൻ സംശയിച്ചു. സാധാരണ പെട്ടെന്ന് ലോകം അറിയുന്നത് എന്നെ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ടിട്ടല്ലേ. കുട്ടിയെ ഇങ്ങ് വാ. വാടാ. അസാധാരണത്വം ഏതിലും എവിടെ ഉണ്ടാവും. ഇത് ഒരു ദിവ്യജനനം. സമയം അതാണല്ലോ പറയുന്നത്. എൻ്റെ മനസ്സും അങ്ങനെ പറയുന്നു. കുഞ്ഞിനിടാൻ മനസ്സിലെന്തെങ്കിലും പേര് കണ്ടുവച്ചിട്ടുണ്ടോ? നാരായണൻ. ഇതൊരു യുഗപ്പിറവിയാണ്. നക്ഷത്രങ്ങൾ പറയുന്നു, ലക്ഷണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ആകുലതകൾ നിറഞ്ഞ മനുഷ്യരാശിക്ക് ഇവൻ പുതുവെളിച്ചമാകും. അതെ, കണ്ണ് നിറഞ്ഞു കാണുക, കാത് നിറഞ്ഞു കേൾക്കുക. നാരായണൻ, നാരായണൻ, നാരായണൻ.
പെണ്ണെ നീ വണ്ണത്തിപ്പുള്ളിനു കൂട്ടായി കൂടെ വാ താലോലം പാടാനായി കൺമണി തിങ്കളേ അമ്മതൻ അമ്മിഞ്ഞപ്പാലിന്റെ മാധുര്യം കുഞ്ഞിളം ചുണ്ടിലായി പുഞ്ചിരി മിന്നായി നാവിലുണരുന്നൊരക്ഷരമെല്ലാം നിന്നുടെ താരാട്ടായി മാറേണം ഓരോരോ നാളിലും നീ വളരേണം ഓരോരോ ചോടും പതിയേണം കൊച്ചരിപ്പൂവും പല്ലുകാട്ടി നിൻചിരിയോ വെണ്ണിലാവായി കുണുങ്ങും കുറുമ്പിൻ പൊന്നിളം തുമ്പിയായി ചക്കരമുത്തം എത്രയോ തന്നോ കുഞ്ഞു കവിളോരം ഇക്കിളി കൊണ്ടു നീ തുള്ളിച്ചിരിക്കുമ്പോ വാത്സല്യത്തേനൂറും കാലിൽ കിലുങ്ങണ കാൽത്തള താളത്തിൽ കേട്ടൊരു പുന്നാരം കാലിൽ കിലുങ്ങണ കാൽത്തള താളത്തിൽ കേട്ടൊരു പുന്നാരം അമ്മക്കിനാവിന്റെ കാലടി തൊട്ടിട്ട് കൂടെ നടക്കാൻ വാ എന്നും സ്നേഹത്തണലായി വാ. ഗുരുവിന്റെ ബാല്യവും കുസൃതികളും കേട്ടപ്പോ ശരിക്കും അതിശയിച്ചു പോയി. ഡോക്ടർ ബെർണാർഡിന്റെ വരവ് ഒരു വഴി തിരിവായിരുന്നു. നമ്മുടെ വാക്കുകളും കർമ്മങ്ങളും യഥാർത്ഥത്തിൽ തീരുമാനിക്കുന്നത് നമ്മളല്ല. എന്റെ അനുഭവം തന്നെ ധാരാളം. ബെർണാർഡ് ഇങ്ങനെ ഒരു ദൗത്യം ഏൽപ്പിച്ചില്ലായിരുന്നെങ്കിൽ പാരിസ് ലക്ഷ്മി ഗുരുവിനെ അറിയാൻ ശ്രമിക്കില്ലായിരുന്നു, അല്ലേ? ഈശ്വര കൽപ്പനകൾ മറ്റുള്ളവരിലൂടെ വരുന്നു, അല്ലേ? ഗുരുവിന്റെ ജീവിതവും സന്ദേശങ്ങളും ഓക്സ്ഫോർഡിൽ അവതരിപ്പിക്കപ്പെടണം. അതിന് ബെർണാഡിനെയും ലക്ഷ്മിയെയും പ്രകൃതി കരുവാക്കുകയായിരുന്നു. ഡോക്ടറിന്റെ നിഗമനം ശരിയാണ്. ഓരോ കൂടിക്കാഴ്ചയ്ക്കും ഓരോരോ അർത്ഥമുണ്ട്, അല്ലേ? മച്ചിൻ പുറത്തിരുന്ന് ചിലക്കുന്ന ഗൗളി, വാഴക്കൈയിലിരുന്ന് കരയുന്ന കാക്ക, ഓരോ നാദത്തിനും ഓരോ ശകുനമുണ്ട്. നമ്മുടെ പൂർവികർ അത് വ്യാഖ്യാനിച്ചിട്ടുമുണ്ട്. Really? I never knew it. എന്തിന് ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണിൽ എത്രയോ പേർ എത്രയോ കാലം മുമ്പ് നിന്നിട്ടുണ്ടാകാം, കലഹിച്ചിട്ടുണ്ടാകാം, യുദ്ധം ചെയ്തിട്ടുണ്ടാകാം. ഡോക്ടർ പ്രസാദിന്റെ ചിന്ത പോണ വഴി കൊള്ളാം. ശരിക്കും ആലോചനമൃത്തം. സംസാര വിഷയം ഗുരുവല്ലേ, അപ്പോ ചിന്തകളും ആ വഴിക്ക് പോവുമല്ലോ. ഗുരുവിന്റെ കാരുണ്യവും അനുകമ്പയും പലരും വാഴ്ത്താറുണ്ട്. ഗുരു രചിച്ച കവിതകളിലും അവ കാണാം. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ട്. ഗുരുവിന്റെ ആത്മസത്ത എന്ന് പറയുന്നത് അനുകമ്പയാണ്. ആ കണ്ണാടിയിലൂടെ നോക്കിയാൽ ഗുരുവിന്റെ കർമ്മങ്ങളുടെ മറ്റൊരു വൻകര കാണാം. ആ വൻകരയുടെ മുകളിലൂടെ കുറെ യാത്ര ചെയ്താലേ ചിലതെങ്കിലും കാണാനാവും. എന്റെ മുത്തച്ഛൻ പ്രസിദ്ധനായ ഒരു വൈദ്യനായിരുന്നു, കവിയും നല്ലൊരു ആസ്വാദകനുമായിരുന്നു. അദ്ദേഹം എപ്പോഴും പാടും. എന്താണ് പാടുന്നത്? കലാകാരന്മാരുടെ ശിരസ് പുകയുന്ന ഒരു അഗ്നിപർവ്വതമാണെന്ന്. 1000 കുടത്തിൽ അഭിഷേകം ചെയ്താലേ അല്പമെങ്കിലും തണുക്കൂന്ന്. എന്റെ തല മാത്രമല്ല, മനസ്സും നീറിപ്പോകുകയാണ്. എങ്കിൽ ഗുരുദേവന്റെ അനുകമ്പയുടെ മഴയൊന്നും നമുക്ക് നനയാം, പോരെ? ഗുരുമാർഗത്തിൽ ഏതാണ് ചൂടി നീങ്ങിയുള്ളൂ. ഇനിയും എത്രയോ ദൂരം. പയ്യെ തിന്നാ പനയം തിന്നാമെന്ന ചൊല്ല് ഒരു ആശ്വാസവചനം കൂടിയാണ്. അത് കേട്ടപ്പോ ഒരു ആശ്വാസം. ഇനിയും പോരത്തെ അത്രയും ചൊല്ലുകൾ. ശ്രീ നാരായണ ഗുരു ചൈൽഡ്ഹുഡ്. He was a naughty boy.
ഉറക്കം കിട്ടിയാ ഇത് തന്നെയാ ജോലി. തുമ്പയോടും തുമ്പിയോടും കൊഞ്ചിക്കൊഴയും. ഞാനും നോക്കിയിട്ട് ആൾക്കാരോടല്ല, കിളികളോടും പൂക്കളോടുമാണ് അവൻ്റെ സംസാരം. ഞാനും ശ്രദ്ധിക്കാറുണ്ട്. സാധാരണ കുട്ടികളെ പോലെയല്ല, വാക്കിലും നോക്കിലും ഒക്കെ ഉണ്ട് ഒരു സൂക്ഷ്മത. ആരെയും ഭയവുമില്ല. പൂച്ചകളോടും പട്ടികളോടും കളിക്കുന്നത് രസിക്കുന്നത് കണ്ട നമുക്ക് തന്നെ പേടിയോ. അമ്മാവന്മാരെ ചെറിയ പേടി വേണം, അച്ഛനെ തീരെ പേടിയില്ല. 4 മക്കളിൽ ആകെയുള്ള ആന്തര്യ കാര്യമില്ലാതെ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും ശരിയല്ലല്ലോ. ഞാനും ആ പക്ഷത്താ. ആയുർവേദ വിധിയും അങ്ങനെയാ. ബാലമനസ്സ് പറന്ന് കളിക്കണം. ഇവിടെ വന്നിരിക്കേ, നിങ്ങൾ എന്തിനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, ആദ്യം മുതലേ ഭക്ഷണത്തോട് വലിയ ഭ്രമമില്ല. ആഹാരം കഴിച്ചാലല്ലേ വളരൂ. ബാല്യത്തിൽ കളിയും ചിരിയുമാണ് വിശപ്പും ദാഹവും. അതിന് തന്നെ അവർക്ക് നേരം തികയണില്ല. അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കുട്ടിക്കാലത്ത് ഞാൻ വിശപ്പൊട്ടും സഹിക്കില്ലെന്ന്. മച്ചമ്പി ഇപ്പോഴും അങ്ങനെയല്ലേ? അത് കണക്കാ. താളിയോലയോ മറ്റോ കിട്ടിയ വിശപ്പിന്റെ കാര്യമേ മറക്കും. ശിഷ്യരെ കിട്ടിയാലും അത് തന്നെ സ്ഥിതി. നാണുവിന്റെ കാര്യം അങ്ങനെ തന്നെ. അസാധാരണത്വമുള്ള കുട്ടികള് അങ്ങനെയാ. നാണുവിന്റെ ജനനവും അത്തരത്തിലാ. നാണുവിന്റെ ഗ്രഹനിലയും അങ്ങനെയാ. ജനിച്ചപ്പോ പോലും കരയാത്ത കുട്ടിയല്ലേ. അതുമാത്രമല്ല, ഗ്രഹസ്ഥിതി നോക്കിയാലും വിശേഷങ്ങളാ. ജനിച്ചപ്പോ മാത്രമല്ല, കുളിപ്പിച്ചപ്പോഴും കരഞ്ഞില്ല, പൊക്കിൽ കൊടി മുറിച്ചപ്പോഴും കരഞ്ഞില്ല. ആണ്ടാൾ വയറ്റാട്ടിക്ക് ഇപ്പോഴും അതിശയമാ. സഹജമായ ഭക്തി, അനുകമ്പ രണ്ടും അല്പം കൂടുതലവന്. പുലർച്ചെ ഞാൻ എണീക്കുമ്പോ എഴുന്നേക്കും, വിളക്ക് വെച്ച് നാമം ജപിക്കുമ്പോ കൂടെ ഇരിക്കും. എനിക്കെപ്പോഴും തോന്നാറുണ്ട്, നാണു അമ്മയുടെ അമ്മാവൻ കൊച്ചനാശാൻ്റെ നേർപകർപ്പാണെന്ന്. ആ ഗുണങ്ങളൊക്കെ കാണാതിരിക്കുമോ? മാമങ്ങളുടെ വിത്തുകൾ തലമുറ കഴിഞ്ഞാലും മുളച്ചു വരും. അതാ പ്രകൃതി നിയമം. കൊച്ചു നാണു, ഇങ്ങ് വാ. കേൾക്കട്ടെ കിളികളുടെ വിശേഷങ്ങൾ. നാണുവിന്റെ ചങ്ങാതിമാരെല്ലാം വന്നോ? വണ്ണാത്തിപ്പുള്ളും ചിത്തിരി പൈങ്കിളിയും വന്നില്ല. രണ്ടും ഭജനയ്ക്ക് പോയിരിക്കാവും. ആഹാ, എവിടെയാണ് ഈ ഭജനം? അമ്പലപ്പുഴയിലും മണക്കലിലും. ആട്ടെ, നാണുവിന്റെ ഇഷ്ടദൈവം ആരാ? ശ്രീകൃഷ്ണൻ. മോർണിംഗ് വാ. അതെന്താ നാണു? കൂട്ടുകാർക്ക് നൽകാൻ കൈനിറയെ വെണ്ണ, പാടി രസിപ്പിക്കാൻ ഓടക്കുഴലും, ഗോക്കളും പ്രിയപ്പെട്ട കൂട്ടുകാരും. കാലികളെ മേച്ച് നടക്കാൻ നാണുവിന് ഇഷ്ടമാണല്ലേ? താഴെ കാലികൾ മേഞ്ഞു നടക്കുമ്പോ ഞാൻ മരക്കൊമ്പിലിരിക്കും. കന്നുകാലികൾക്കെല്ലാം നാണു ഒരു പേരിട്ടിട്ടുണ്ട്. നാണുവിന്റെ തലോടലിനായി അവ സ്നേഹപൂർവ്വം വന്ന് നിൽക്കുന്നത് കാണാം. കുട്ടി, നമ്മുടെ നാണു നല്ലൊരിടയനാണ്. ഗ്രഹനിലയും അത്തരത്തിലാണ്. ജീവികളെയെല്ലാം നേർവഴിക്ക് നടത്തുന്ന ഇടയൻ.
ജ്ഞാനികളായ രക്ഷിതാക്കൾ. അവരുടെ ദർശനം പിന്നീട് യാഥാർത്ഥ്യമായി. നാണുവിന് സഹജീവികളോടുള്ള അനുകമ്പയും കരുണയും നാൾക്കുനാൾ വർദ്ധിച്ചു വന്നു. തികഞ്ഞ ഭക്തനായി, അച്ഛനെ വയലിൽ സഹായിക്കുന്ന പുത്രനായി, രാമായണ വ്യാഖ്യാനത്തിന്റെ കേൾവിക്കാരനായി, പക്ഷിമൃഗാദികളുടെ ഉറ്റ തോഴനായി. ചെമ്പഴന്തിയിൽ നാണു വളർന്നുകൊണ്ടിരുന്നു. 1000 കോടി പ്രഭയുടെ ആദ്യ കിരണങ്ങൾ നാണുവിൽ തെളിഞ്ഞു തുടങ്ങി. അതിന് ചെമ്പഴന്തിയിൽ നാണുവിനെ കാത്തിരുന്നത് ആരും പ്രതീക്ഷിക്കാത്ത ഉജ്ജ്വല സംഭവങ്ങൾ.